ഹലോ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം, ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് സമയമായി. വേറൊന്നുമല്ല, ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അറിയില്ല ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ലക്ഷദ്വീപത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ രണ്ടെണ്ണം ഇപ്പോൾ ലാസ്റ്റ് കാനഡയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യു എസിലേക്ക് പോവുകയാണ് കാനഡയിൽ നിന്ന്. അത് റോഡ് മാർഗ്ഗമാണ് പോണത്. നമുക്ക് ഇവിടുന്ന് 2.5 മണിക്കൂർ ഒരു സമയമാണുള്ളത് ഡ്രൈവ്. അപ്പോൾ എനിക്ക് വിസ കിട്ടിയിട്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി വിസ കിട്ടിയിട്ട്. പക്ഷേ ഇതുവരെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ബഫലോയിലേക്കാണ് പോണത്. ഇത് ഒരു ഭയങ്കര അടിപൊളി സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ യു എസ് കാണാമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണല്ലോ. ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ അമേരിക്ക എന്ന് പറയാണ്ട് എന്തോ ഒരു കൊമ്പത്തി വെച്ച സംഗതിയാണ്. അപ്പോൾ അമേരിക്ക ഒന്ന് വന്ന് കാണണം എന്നുള്ളത് അതിയായ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ കാനഡയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വിസക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് 2 വർഷത്തിന് ശേഷം ആണ് എനിക്ക് വിസൻ്റെ ഡേറ്റ് വന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് അവർ പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡേറ്റ് ചെക്ക് ചെയ്തിട്ടാണ് എനിക്ക് 1 വർഷത്തിന് ശേഷം ഡേറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ യു എസ് വിസൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. വലിയ ബുദ്ധിമുട്ടുള്ള ഇൻ്റർവ്യൂ ഒന്നുമല്ല. നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വിസ കിട്ടാൻ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാനഡയിൽ നിന്ന് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസിയാണ് സംഗതി. അപ്പോൾ ഏതായാലും നമ്മളിന്ന് 1 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വിസ കിട്ടിയതിന് ശേഷം യു എസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊക്കെ കൂടെ കൂടിക്കോളി. ഇന്ന് നമ്മൾ കുറച്ച് സീനുകൾ ബഫലോ, അതേപോലെ അവിടുത്തെ കുറച്ച് പരിസര പ്രദേശങ്ങളും കാര്യങ്ങളും കാണിച്ചു തരും. ഇൻഷാ അല്ലാ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ന്യൂയോർക്കിലേക്കും ടൈം സ്ക്വയറിലൊക്കെ പോകും. ഇൻഷാ അല്ലാ അതിനൊക്കെ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കൂടി നമ്മളെ ക്യാമറ കണ്ണുകളിലൂടെ നമ്മളെ യൂട്യൂബിലൂടെ അമേരിക്കയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഏതായാലും പോയോക്കട്ടെ. പോണ വഴിക്ക് വരുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഗായ്സ്, ദീ കാണുന്നതാണ് CN ടവർ. നമ്മളെ ലൊക്കേഷൻ 2.5 മണിക്കൂർ. നമ്മൾ പോണത് കുറേ കാലമായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ച യു എസിലേക്ക്. വിസ കിട്ടിയിട്ട് കുറച്ച് കാലമായി, 1 കൊല്ലം കഴിഞ്ഞു തോന്നുന്നു വിസ കിട്ടിയിട്ട്. ഇതുവരെ പോകാൻ കൂടിയിട്ടില്ല. ഇതാണ് റോജേഴ്സ് സെൻറ്റർ, ഇവിടുത്തെ മെയിൻ ഹാപ്പനിങ് സ്ഥലമാട്ടോ. ഇവിടെ ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലമാണ്. ഏതായാലും നമ്മൾ ടൊറൻറ്റോന്ന് 2.5 മണിക്കൂർ യാത്രയോടുകൂടി ഇൻഷാ അല്ലാ യു എസിലെത്തും. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് BMO ഫീൽഡ്. 2026 വേൾഡ് കപ്പ് അടക്കമുള്ള സ്ഥലം കേട്ടോ. സംഭവം ഒരു കുട്ട ഗ്രൗണ്ടാണെങ്കിലും എന്ത് കണ്ടിട്ടാണ് ഫിഫ അവിടെയൊക്കെ അംഗീകരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് ടൊറൻറ്റോ എഫ്സിൻ്റെ മെയിൻ സ്റ്റേഡിയമാണ്. ടൊറൻറ്റോ എഫ്സിൻ്റെ ഹോം സ്റ്റേഡിയമാണത്. വന്ന കാലത്ത് ഞാൻ അവിടെ കുറേ കുപ്പിയും പാട്ടൊക്കെ എടുത്ത് നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഓർമ്മകളായി. ഇപ്പം ഇങ്ങനെ അലയടിച്ച് വന്നു അതിൽ പാസ് ചെയ്തപ്പോൾ. വന്ന സമയത്ത് ആക്കിയ പരിപാടി പാർട്ട് ടൈം കിട്ടുന്ന പണിക്കൊക്കെ പോവുക. എന്തൊക്കെ പണിയിട്ടോ അതിനൊക്കെ പോവുക. അത് സംഭവം പേപ്പറിലുള്ള വർക്കൊന്നും അല്ല. എന്നാലും അങ്ങനെ ചെയ്യാനും പാടില്ല. അതോടെ ഇല്ലീഗലാണ്. കാരണം നമ്മൾ കാശ് കയ്യിലാണ് മേടിക്കുക. ആ സംഗതിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകാം. അത്ര സെറ്റപ്പ് പരിപാടിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ യു എസിനെ ധന്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെക്കോടെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇന്ന് 3 ദിവസം നിൽക്കുക. ആദ്യ പണീന്ന് പറഞ്ഞു. ഇപ്പോൾ 3 ദിവസം 9 to 9 ചെയ്തില്ലേ ജി? 9 to 9 ചെയ്താണ്ട് ആകെ ഡേയ്സ്ക്കായി കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ലീവാക്കിയായിരുന്നു. ഒന്ന് കറങ്ങിയിട്ട് വരാം. നല്ല തിരക്കാട്ടോ അപ്പുറത്തെ റൂട്ട്. ഇവിടെ കുഴപ്പമില്ല, നല്ല തിരക്കുണ്ട് അങ്ങോട്ടുള്ള റൂട്ട്. ഇവിടെ വലിയ കുഴപ്പമില്ല, നമ്മളെ റൂട്ട് കാലിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഓൾമോസ്റ്റ് നയാഗ്ര എത്തിയിട്ടോ. നയാഗ്ര വാട്ടർഫാൾസിനെ ധന്യമാക്കി പോയോണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി പോകാണ്ട്. നയാഗ്രയിലാണ് നമ്മളെ ഒരു ബോർഡർ വരുന്നത്. അപ്പോൾ ആ ബോർഡർ വഴിയാണ് നമ്മൾ യു എസിലേക്ക് കടന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. പോയോക്കെ ആ വിസ സാധനമൊക്കെ കിട്ടിയില്ല. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കയറാനൊന്നും പറ്റില്ല പറഞ്ഞാൽ ആകെ ഡിസ്കാവും. ഏതായാലും പോയിട്ട് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു എസ് കാണാം. ഇതിൽ മിക്സ്ഡ് വണ്ടികൾ, ഇതിൽ കാനഡയിലത്തെ വണ്ടികളുണ്ട്, മുന്നിൽ യു എസിലത്തെ വണ്ടികളുണ്ട്. ആകെയുള്ളൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയും കൊണ്ട് നമുക്ക് കാറായിട്ട് തന്നെ യു എസിലേക്ക് കയറാം. അതേപോലെ തിരിച്ചിറങ്ങും ചെയ്യാം. യു എസിലുള്ള ആൾക്കാർക്കും അതേപോലെ കാനഡയിലേക്ക് കാറും കൊണ്ട് വരാം, തിരിച്ചു പോകാം. അങ്ങനെ ഒരു സൗകര്യം അവിടെ ഉണ്ട്. ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും കാര്യങ്ങൾ എന്ന് കാണിച്ചു തരാം. പിന്നെ നയാഗ്രൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു സാധനം ചെയ്യാം. നയാഗ്ര ഞാൻ കാണിച്ചു തരാൻ നിൽക്കണില്ല. നയാഗ്രയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അവിടുത്തെ ക്രൂയിസ് ഷിപ്പിൽ കയറുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നയാഗ്രയിലേക്ക് വരുന്ന വേറൊരു വീഡിയോ ഞാൻ ഒരു സെപ്പറേറ്റ് സാധനം ചെയ്യണമായിരിക്കും. ടൊറൻറ്റോന്ന് കാറിനൊന്നും അല്ലാതെ അവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് കണക്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട്.
അപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്ക് അവിടുത്തെ ക്രൂസ് ഷിപ്പിലൊക്കെ കയറിയിട്ടൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നയാഗ്ര വാട്ടർഫാൾസ് കാണിച്ചു തരാം. ഇപ്പോൾ ഏതായാലും നമ്മൾ US പോട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നയാഗ്ര എത്തിയിരിക്കുന്നു. നയാഗ്ര ടൗണ് അവിടെ അങ്ങോട്ട് ആ സൈഡിലാണ്. നമ്മൾ USA കിടക്കാനുള്ള ബ്രിഡ്ജിലേക്ക് കിടക്കാൻ പോവുകയാണ്. ബ്രിഡ്ജ് ടു USA ഡ്യൂട്ടി ഫ്രീ ഫാൾസ്. എത്ര കിലോമീറ്റർ ആണ് ഇങ്ങനെ? ഇതിപ്പോൾ ഇത് ബഫലോക്ക് അല്ലേ ലൊക്കേഷൻ എടുക്കണേ? ഇതാ ഈ കാണുന്ന ഈ പാലല്ലേ സംഗതി? ആ പാലം കടന്നു കഴിഞ്ഞാൽ US ആണ്. ഏതായാലും പോയേക്കാം. അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവിടെ ചെക്കും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ രണ്ടാളും ഫസ്റ്റ് ടൈമാണ് പോണത്. അമേരിക്ക എന്നിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. കയറാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഫാൾസ് അവന്യൂ. ഇതിൽ തിരിയല ബ്രിഡ്ജ് ടു USA. അത് ഡ്യൂട്ടി ഫ്രീ സ്റ്റോർ. എടാ എയർപോർട്ട് പോലത്തെ സെറ്റപ്പാണല്ലോ ലിറ്ററലി. റോഡിൽ USA എഴുതി വെച്ചിരിക്കണേ. അതെ, ആ കാണുന്നതാണ് അമേരിക്ക. ഇപ്പം നമ്മൾ കാനഡയിലാണ്, ആ കാണുന്നതാണ് അമേരിക്ക. നമുക്ക് പോയേക്കാം. ഹായ് മാഷാ. അത് ആ ദൂരെ കാണുന്ന ഫാൾസ് കാനഡൻ്റെ ഫാൾസ്, ഇത് US ഫാൾസ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ബോർഡർ എത്തിയത്, ആ കാണുന്നതാണ് US ബോർഡർ. US കാനഡ ബോർഡറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ കിടക്കണേ US കൊടി. ഇവിടെ കുറേ എനിക്കൊന്നും ഇതിൽ നടക്കാൻ അത് വേണ്ടി വരില്ല. ഇത് ബോർഡർ അല്ലേ, ഇതിൽ ആർക്കും വരാൻ തോന്നുന്നു. അവിടുത്തെ വ്യൂ കണ്ടോ ആ ബ്രിഡ്ജിൽ? US ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ, അത് നൈസ്. ഓട്ടോസ് ഏതായാലും പോയി നോക്കാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഏതായാലും വീഡിയോ ഞാനിപ്പോൾ ഇവിടുന്ന് പോസ് ചെയ്യാണ്. ഇവിടുത്തെ പ്രൊസീജിയർ നമുക്ക് അറിയില്ല, ബോർഡർ ആയതുകൊണ്ട്. ഓക്കെ, US കസ്റ്റംസ്. അപ്പോൾ ഗായ്സ് നമ്മളെ ബ്രിഡ്ജ് കടന്ന് വന്ന് അവർ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞ്. ഇത് US എംബസിയാണ്, ഇതിനകത്തേക്ക് കയറാൻ പറഞ്ഞ്. ബോർഡർ ഓഫീസ്, അതിനകത്ത് കയറി എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് തന്ന്. പാസ്പോർട്ട് അവർ വാങ്ങിച്ച ആദ്യം, എന്നിട്ട് പാസ്പോർട്ട് തിരിച്ച് തന്ന് പിന്നെ ഒരു $12 എങ്ങാണ്ട് അടക്കാൻ പറഞ്ഞ്. ബഫലോ നയാഗ്ര ഫാൾസ് ന്യൂയോർക്ക്. എന്നിട്ട് ഇതേ $12 അടച്ചു. അതിൻ്റെ റെസിപ്റ്റ് $12 ആയിട്ട് അടച്ചത്. നമുക്ക് ക്യാഡ് എത്ര ചാർജ് വന്നിക്കണ്? $16 എങ്ങാണ്ട് ക്യാഡ് ചാർജ് വന്ന്. നമ്മൾ പാസ് നോക്കിയിട്ടുണ്ട്. എന്നാൽ പോയോക്കല്ലേ. ഓക്കെ ഗൈസ്, വെൽക്കം ടു ന്യൂയോർക്ക്. എൻ്റെ മോനെ, സ്വപ്നത്തിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഭയങ്കര സംഭവമുള്ള നാട്ടിൽ അമേരിക്ക പറഞ്ഞാൽ. പക്ഷെ നമുക്ക് അത്ര വണ്ടടിക്കൂല, കാരണം കാനഡൻ്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ്. അതായത് US കണ്ടിട്ടായിരിക്കും കാനഡ ബിൽഡ് ചെയ്തിട്ടുണ്ടാകുക. ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് സത്യത്തിൽ കാനഡയിലുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഇത് US ആണ്, അതന്നെ മാറ്റം. ന്യൂയോർക്കിൻ്റെ പ്ലേറ്റ്സ്, ഇതാണ് ന്യൂയോർക്കിലെ നമ്പർ പ്ലേറ്റ്. ഇത് പൊട്ട വണ്ടി കേട്ടോ, പഴയ CRV ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടോ നോക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയർ ഇല്ല, നമ്മൾ ഓൾറെഡി എത്തിയില്ലേ, ബോർഡർ കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും മുന്നോട്ട് പോയി നോക്കാം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ കണ്ടറിയാം. അപ്പോൾ ഗൈസ് US എന്നുള്ളതിൻ്റെ തെളിവ് വന്നു. വെൽക്കം ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പ്ലാന് നെറ്റ് ഇട്ടുള്ള സിമ്മൊക്കെ റോമിലാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. എൻ്റെ സിമ്മ് റോജേഴ്സിൻ്റെ സിമ്മേനെ ഇപ്പോൾ T-Mobile എന്നൊക്കെ കാണണേ. ഇപ്പോൾ അടുത്ത മാസത്തെ ബില്ല് വരുമ്പോൾ കാണാം. ഇന്ത്യയിൽ US പ്ലാൻ ഉണ്ടോയെന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ നെറ്റ് ഇട്ടണില്ല. ഓൾ ട്രാഫിക് സംഭവം നമ്മൾ കരുതിയ പോലെയല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇത് കാഴ്ചക്ക്. ഞാൻ വിചാരിച്ചു പക്ക ഇതുപോലെ തന്നെ നമ്മളെ കാനഡ പോലെ തന്നെ വിചാരിച്ച്. ഏറെക്കുറെ സെയിമാണ്, പക്ഷെ എന്തൊക്കെയോ ഒരു ബ്യൂട്ടി അവിടെ ഇവിടെയും. നയാഗ്ര ഫാൾസ് ഇന്റർനാഷണൽ എയർപോർട്ടോ? നയാഗ്രയിൽ എയർപോർട്ട് ഉണ്ട് US. ഓക്കെ, നൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുക പോകണ ആ സ്ഥലത്തിന് വരുന്നതിനും ലെച്ച്വർത്ത് സ്റ്റേറ്റ് പാർക്കിലേക്കാണ് നമ്മൾ പോകണം. അവിടെ എന്തൊക്കെയോ ഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ വാട്ടർഫാൾസ് കാടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ പോയി നോക്കാം. അവിടെ എത്തിയിട്ട് നമ്മൾ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, അവരുങ്ങൾ വെയിറ്റ് ചെയ്യും. ജീവിക്കണം ഇവിടെ, ഇങ്ങനത്തെ ഈ ചെറിയ വീട്ടിലൊക്കെ ജീവിക്കണം. നൈസ്.
വൃത്തി കുറച്ച് അധികം ഉണ്ടോ? കുറച്ചധികം എനിക്ക് അല്ലേ? തോന്നുന്നുണ്ട്. ഭയങ്കര എന്തോ ഒരു ടൊറന്റോ പോലെ അല്ല, ഒരു പ്രത്യേക ഒരു വൃത്തി അല്ലേ? നല്ല ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ച് വൃത്തി ഉണ്ട് കേട്ടോ. കാനഡനെക്കാട്ടിലും കുറച്ചുകൂടി വൃത്തി ഉണ്ട് തോന്നുന്നു. കാനഡ വൃത്തിയില്ല എന്നല്ല, പക്ഷെ എന്തൊക്കെയോ ഒരു പ്രത്യേക ബ്യൂട്ടി. നൈസ് നൈസ് നൈസ്. ഫ്ലാഗും പരിപാടിയും ഷെയറായി. ഫ്ലാഗും പരിപാടിയൊക്കെ നൈസ് ആയിട്ടുണ്ട്. അവിടെ ഫുള്ള് ലേക്കിന്റെ ബാക്കിയാണ്, നാഗരിന്റെ ബാക്കിയുള്ളതായിരിക്കും. അതൊക്കെ പടം ഒഴുകിയിട്ട് നാഗരിക്ക് പോകണം. ഒലിവേഷ് കുമാർമാരെ ഒരു കാലത്ത് ഭയങ്കര ആഗ്രഹമായി. ചെറുപ്പത്തിലൊക്കെ പറയില്ലേ അമ്മേജിക്ക് ചെറുക്കൻ അമ്മേജിക്ക്. ഞാൻ വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ ഗായ്സ്. ഇത് കാണിച്ചുതരാം. ഇതൊക്കെ നാഗരിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നത്. ഇവിടുന്നൊക്കെ പടം വെള്ളം നേരെ നാഗരി പോയി ചാടുന്നതാ. മെയിൻ സംഭവം അതല്ല. ഇന്നെ പണ്ട് എല്ലാവരും കളിയാക്കിനി. അതായത് ഞാൻ പണ്ട് ഈ ഫേസ്ബുക്ക് ഉണ്ടാക്കിയ കാലത്ത് ഇന്റെ യൂസർ നെയിം മറ്റേതേനി arshuu.ny. എന്റെ ജിമെയിൽ ഐ ഡി ഇപ്പോൾ അതാണ്, arshuu.ny@gmail.com എന്നാണ് എന്റെ മെയിൽ ഐ ഡി. അപ്പൊ ഇതെന്താ സംഗതി വെച്ച് കഴിഞ്ഞാല് അന്ന് വലിയ ആളാകാൻ വേണ്ടി ഇട്ടതേനി. ഇത് ന്യൂയോർക്ക്, ആ സാധനം NY ന്യൂയോർക്ക് ആണല്ലോ. ഇന്ന് ഓഗസ്റ്റ് 7 2025 ഞാൻ നിൽക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിലാണ്. ന്യൂയോർക്ക് നഗരത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ടൈം സ്ക്വയർ ഒക്കെയാണ് അവിടെ പോകണം. ന്യൂയോർക്ക് പ്രൊവിൻസിൽ അല്ലേ, ന്യൂയോർക്ക് പ്രൊവിൻസിലാണ് നമ്മളുള്ളത്. ഏതായാലും വളരെ സന്തോഷം. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വരണം എന്നുള്ളത്. അതേതായാലും ഇന്ന് സാക്ഷാത്കരിച്ചു, അൽഹംദുലില്ലാ. ഇവിടെ ഇഷ്ടമായിട്ട് ഇവിടെ ഒരു സമാധാനം ഉണ്ട് മൊത്തത്തിൽ. ഗ്രൗണ്ടൊക്കെ കണ്ടാൽ തന്നെ കളിച്ചാന്ന് തോന്നും. പോസ്റ്റൊക്കെ ഉണ്ട് അവിടെ, വണ്ടികളൊക്കെ കാണുമ്പോഴാണ് ഒരു പ്രത്യേക പീസും ഒരു ഭംഗിയും കളറൊക്കെ അധികം ഉള്ള പോലെ അല്ലേ. നമ്മളവിടെ ഫാളായി കഴിയുമ്പോണ്ടല്ലോ ഒരു ഭംഗി വരില്ല. എന്ന പോലെ ഇപ്പൊ തന്നെ പച്ചപ്പൊക്കെ ചെറിയൊരു യെല്ലോ കളറൊക്കെ ആയി മാറിന്. പിന്നെ ആകൂലേ ഓഗസ്റ്റ് ആയില്ലേ, അവിടെ ഒരു ഒക്ടോബർ. പിന്നെ ഇവിടെ മഞ്ഞും കുറവല്ലേ, ഇവിടെ വിന്റർ ഇല്ലല്ലോ. ഉണ്ട് പക്ഷെ എക്സ്ട്രീം വിന്റർ ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ട്. ഇതൊക്കെ മാറിട്ടോ, മാപ്പൊക്കെ അപ്ഡേറ്റ് ആയി. ഇതുവരെ km/h ചെയ്യുന്നു, ഇപ്പോൾ miles/h കാണിക്കുന്നത്. US-ലെത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൽസിലേക്ക് അപ്ഡേറ്റ് ആയി. കാർപ്ലേ അപ്ഡേറ്റ് ആയി. സംഗതി അടിപൊളിയായി. ഏതായാലും നമ്മൾ പോയേക്കാം. US വന്നുകൊണ്ട് 7-Eleven കയറി പുഴുങ്ങിയ മുട്ടയൊക്കെ പാക്കിങ് വെച്ചിരിക്കണേ. പുഴുങ്ങിയ മുട്ട, കുറേ കോമഡി സാധനങ്ങളുടെ ഇവിടെ. ജസ്റ്റ് മൂത്രയ്ക്കാൻ വന്നതാട്ടാ. മൂത്രയ്ക്കാൻ കയറി കൂട്ടുകാരൻ റെസ്റ്റോറൻറ്റിലുണ്ട്, പോയി വരട്ടെ. ഇപ്പോൾ നമ്മൾ US-ലെത്തി. US-ലെ ഗ്യാസിൻ്റെ റേറ്റ് ആട്ടോ കാണുന്നത്. അവിടെ പിന്നെ ഗാലണിലാണ് റേറ്റ് കാണുക. ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഒന്ന് നെട്ടി. കുറച്ച് ലിറ്ററിന് $3.19 വിചാരിച്ച്. പക്ഷേ ഗാലണിലാകുമ്പോൾ ഏകദേശം 3 ലിറ്ററിൻ്റെ പൈസയാണ് ആ കാണിക്കുന്നത്. അപ്പോൾ കാനഡയിലത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും ഏകദേശം സെയിമാണ്. കാനഡയിൽ എത്ര 1.30 ആ റേഞ്ചൊക്കെ അല്ലേ, 38 ആ റേഞ്ചിലേക്കാണ് കാനഡയിലത്തെ റേറ്റ്. അപ്പോൾ ഇതും ഓക്കെയാണ്. ഇവിടെ എല്ലാം ഇവരെ സംഗതികൾക്ക് കുറേ മാറ്റമുണ്ട്. ഇവർ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് ഗാലൻസിൽ, അതായത് കിലോമീറ്ററുകൾ ദൂരം നമ്മൾ കിലോമീറ്ററിൽ പറയുമ്പോൾ ഒരു മൈൽസിലാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് US ഇംഗ്ലീഷിൻ്റെ മാറ്റങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ 7-Eleven കയറിയിട്ട് ഏതോ വക്കോട്ടി പിസ്റ്റാഷ്യോ വാങ്ങി, പിന്നെ ഇവിടെ ലേസും വാങ്ങി. 10 കിലോ രണ്ടും. ഏതായാലും നമ്മുടെ എന്ത് പാർക്കിന്ന് മറക്കാണ്, ലെച്ച്വർത്ത് സ്റ്റേറ്റ് പാർക്കിലേക്ക് പോവാണ്. നമ്മളെങ്ങട്ടാ റൈറ്റാണ് എനിക്ക് എടുത്തത്. റൈറ്റിൽ തിരക്കാണ് പറഞ്ഞു. നേരെ ലെഫ്റ്റ് ലൈനിക്കാണ് കയറ്റിട്ടു. ഈ ബേക്കിൽ ഇപ്പോൾ ആരെങ്കിലും വന്നാൽ ഫിറ്റിങ് ആക്കാം. തിരികാൻ പറ്റുമോ പതുക്കൻ ആക്കിൽ? നാട്ടിലത്തെ ഐഡിയ. ഇതാണ് നമ്മൾ കയറിയ പമ്പ്. എവിടെയും കേട്ടുകളി പോലും ഇല്ലാത്ത സുണോക്കോ. ഏതോ ജപ്പാനിക്കൊക്കെ ചെന്ന മാതിരി പമ്പിൻ്റെ പേരാണ് സുണോക്കോ. സ്റ്റിൽ നമ്മൾ യാത്രയിൽ തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കാനഡയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല, രസമുണ്ട് ഇതിലെ പോകാനും. ഇതും സ്മൂത്താണ്, മൊത്തത്തിലൊരു ഗ്രീനറി എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഇപ്പോൾ സമയം എത്രയായി? സമയം ഏകദേശം 4 മണിയോട് അടുക്കുന്നു. വെയിൽ കുറേ പോയി. നമുക്കിനി 48 മിനിറ്റ് 38 മൈൽസ് കൂടി ഉണ്ട്. കൊള്ളാം.
അല്ല മൊത്തത്തിൽ ഇത് ഔട്ടർ സ്കേർട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഇതില്ല, വീടുകളൊന്നും കാണാനില്ല, ഫുള്ള്. നേരത്തെ എക്സിറ്റ് എടുത്തപ്പോൾ കണ്ടില്ല. അതെ, ആ മൂടാണ്. ഇതാ പോകുന്നു എക്സ്പ്രസ് വേ. കൊള്ളാം, ബ്യൂട്ടിഫുൾ. നല്ല രസമുള്ള റൗണ്ട് അബൌട്ടും കാട് ഏരിയൊക്കെ. നമുക്ക് നാട്ടിൽ നിന്ന് മറ്റേ മസിനെ കൂടിയൊക്കെ പോകുമ്പോൾ ഒരു ഫീലില്ലേ, ആ ഫീലാണ് ബുദ്ധി കൂടെ പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് വീടും സെറ്റപ്പുകളൊക്കെ കാണാൻ തുടങ്ങി. അതെ, ഇങ്ങനത്തെ ഒരു ചെറിയ ജീവിതം, ഒരു വലിയ വീടും 4-5 കാറും, അതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാവരും ഒരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാ വീട്ടിലൊരു ട്രക്ക് ഉണ്ടാവും. ഉള്ളേരിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂട്ടിന് ഒരു കാറും ബൈക്കൊക്കെ അതിൻ്റെ മേലെ കയറി ചെയ്യണം. ഈ പമ്പ് പിന്നെ എല്ലായിടത്തും ഉണ്ട്. മൊബൈൽ 7-Eleven, കുട്ടിക്ക് തേങ്ങട്ടമാതിരി 7-Eleven ഉണ്ട് എല്ലായിടത്തും കൂടി. ഫ്ലാഗ് കണ്ടമാനുണ്ട് കേട്ടോ. എല്ലാവരും പ്രൗഡ് എന്താണ് സ്റ്റേറ്റ്സുകാരുടെ ആരും ഇവിടെ ഉള്ളവർ. അതിവിശാലമായ കോൺ പാടങ്ങൾ, ചോളപ്പാടങ്ങൾ, വൻ ചോളകൃഷി ഉണ്ട് സൈഡില്. ഇത് വൻ ലുക്കായിട്ടോ സംഗതി. ഇതിന് ക്യാമറക്ക് ഒരു പ്രശ്നമുണ്ട് കാഴ്ച, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ക്യാമറക്ക് കിട്ടൂല. അങ്ങനെ ഒരു കുഴപ്പം ഇതിലുണ്ട്. ഇപ്പം എന്താ ചെയ്യാ, ഒന്നും ചെയ്യാല്ല. ഔട്ട്സ്കേർട്സ് തന്നെ കേട്ടോ. നോക്കി ഏരിയ നോക്ക്, റോഡ് മാത്രമേ ഉള്ളൂ, അപ്പുറം അപ്പുറമൊക്കെ ഫുൾ കാടാണ്, പച്ചപ്പ്. നല്ല ഭംഗിയാണ് ആ സൈഡൊക്കെ. വീടൊക്കെ എന്തോ രസം. ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ കൂടാൻ പറ്റുമോ? വരുമാനമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ US-ന്റെ ഏതെങ്കിലും ഉള്ളേരി പോയി ചോദിച്ചാൽ മതി. ഇവിടെ മൊത്തം റിട്ടയർമെന്റ് ലൈഫാണ്. അല്ലാതെ കുറേ ഇതുണ്ട്, ക്യാമ്പർ വെഹിക്കിൾസ്. പ്ലെയിൻ റോഡ്, നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡ്. സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം എത്താനായിട്ടാണ് നമ്മളെ സ്പോട്ടിലേക്ക്. ഇങ്ങോട്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു, സീനറി അടിപൊളിയായിട്ട് സമാധാനത്തിൽ പോരാം. ഏതൊരാൾ റിട്ടയർമെൻറ്റ് ലൈഫ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് സ്ഥലം. സീൻ ലുക്ക് കേട്ടോ. ഫ്ലാഗൊക്കെ നിന്ന് ആടുകയാണെങ്കിൽ വീടാണ് ഏറ്റവും ഭംഗി. ഒരു 100 ഏക്കർ പാടവും. എന്താ ലുക്കങ്ങായി പേര. അതൊക്കെ ഏത് മില്യണറെ പേരാണാവോ. അങ്ങനെ മര്യാദ എന്താ വേണ്ടി. ഫോട്ടോ ഫ്രണ്ടില് വിശാലമായി കിടക്കുന്ന റൂട്ട്, സീൻ ഭംഗി. നമുക്ക് ഇനി ഏകദേശം 6 മിനിറ്റും കൂടെ ഉള്ളൂ ലൊക്കേഷനിലേക്ക്, 4 മൈൽസും കൂടി. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്തി എന്നുള്ളതാണ്. പോയേക്കാം. ചുറ്റുപാടം, കൊയിഞ്ഞ പാടം, ഫുള്ള് കൃഷി. എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, എന്താ അറിയില്ല. ചോളം കണ്ട മാനം കണ്ടു, ആകെ ചോളപ്പാടം. ഇവിടെ ഒക്കെ ചോളം മില്യണേഴ്സാണ് തോന്നുന്നുണ്ട്. ഫുള്ള് ചോളം. ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മൊത്തം കാണുന്നത് ചോളം, ഏക്കർ കണക്കിന് ചോളം. ബന്ദിപ്പൂര് കാട്ട് കയറിയ മാതിരിയായി. നല്ല മൂട്. നമ്മളെത്തിട്ടോ, 1 മിനിറ്റ് 0.2 മൈൽസ്. ഇതാണ് അവരെ പാർക്കിംഗ് ഒന്നുണ്ട്. അല്ല, കുറച്ചുകൂടി ഫ്രണ്ട് പോയിട്ട് നേരെ ഫീൽഡ്. യെസ്, ആ കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പെയ്ഡാണ് തോന്നുന്നുണ്ട് കേട്ടോ പാർക്കിങ്. ലെറ്റ്സ് സീ എന്താണ് വെഹിക്കിൾ. $10. ഓക്കെ, റീസണബിൾ ആണ്. അതൊക്കെ സഹിച്ച ആ നയഗ്രത്തെ പാർക്കിങ്ങിനാണ്. നയഗ്രയിലെത്താൻ മറ്റേ ഫ്ലാറ്റ് റേറ്റ് അല്ല അവിടെ $30. ഭയങ്കര കൊല്ലലാണ് അതൊക്കെ. സെയിം പരിപാടി, ഫുൾ തട്ടിപ്പാണ് നയഗ്രൻ്റെ അടുത്ത്. അതിൽ കയറിയാൽ മതിയെന്നു. എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിയുമോ? ഇവിടെ കയറുമ്പുണ്ടോ? ഇല്ല. നൈസ്. അമ്മച്ചി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എത്രയാണ്? $10 ഈച്ച്. പിന്നെ ആൾക്കാർക്ക് ഉണ്ടോ പൈസ? Card. Okay. Can I tap?
I have to bring it to the hub. ഓക്കെ ഇത് കൊടുത്തോളാം, ഫോൺ കൊടുത്തോളാം, ജസ്റ്റ് ടാപ്പ് ചെയ്താൽ പോരെ. ഇത് കാർഡ് വേണോ? കാർഡ് വേണ്ട. പൈസ കൊടുക്കട്ടെ ഗൈസ്. എത്ര ഡോളറാവോ? വണ്ടീൻ്റെ റേറ്റ് തന്നെ ഉണ്ടാവുള്ളൂന്നുണ്ടല്ലേ? പബ്ലിക് പാർക്കല്ലേ? Works? Yes. Did you want a map today? യെസ് പ്ലീസ്. Here's your phone, Thank you. and there's your pass and a map. Thank Thank you. you. Thank you so much. You too. Bye. Thank you. Bye. നൈസ്, ദാറ്റ് വാസ് നൈസ്. അതായത് ഇവിടുത്തെ ആൾക്കാരെ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പാവമായി പോവും. ഒരു ഭയങ്കര പാവയ്ക്കാരോ അത് കാണുമ്പോൾ നമ്മൾ ഏത് ദമ്മുടിച്ച് വരുന്നവനോ അതിലാറ് പാവാവും. Do not feed wildlife. അതിലിപ്പോൾ ഞമ്മക്ക് തിന്നാൻ പോലും ഒന്നുമില്ല, പിന്നെയാണ് വൈൽഡ് ലൈഫിന് ഫീഡ് ചെയ്യാൻ. അങ്ങനെയല്ലേ wildlife ഇവിടെ ഉണ്ടല്ലോ. എന്താണ് മാപ്പ്? ഇത് മറ്റേ അൽഗോൻകിങ് കയറണ മാതിരിയാ, ഉള്ളിൽ കൂടെ കുറെ സെറ്റപ്പാ. ഇത് കൊറേ ഉണ്ട് ട്ടോ. മാപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. മാപ്പ് ഒരു 10 തന്നു, കണ്ടമാനം ഉണ്ട് കേട്ടോ സാധനം. ഏതായാലും ഞങ്ങളിതൊന്ന് പഠിക്കട്ടെ. ഇത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ റിസർവ്ഡ് ഫോറസ്റ്റ് പോലത്തെ ഏരിയയാണ്. അൽഗോൻകിങ്ങിന് പോയ പോലെ തന്നെയാണ് സംഗതി. ഇതിൻ്റെ അകത്ത് കുറേ സംഗതികളാണ്. നമുക്ക് ആ ഫാൾസ് എവിടെയെന്നുള്ളതാണ് അറിയേണ്ടത്. അതെ. നമ്മളെ പെരീത്തെ വല്യമാരൊക്കെ പെരിയിൽ ദിക്കറും ചൊല്ലി കുട്ടികളെ കളിപ്പിച്ച് പേരക്കുട്ടികളെ കളിപ്പിച്ചിരിക്കുക. കാരണം ആ വല്യമ്മയൊക്കെ വലിയൊരു കുന്നും മലയൊക്കെ കയറിയാണ് വരുന്നത്. ഏതായാലും നമ്മളും കൂടി പോയോ കേട്ടോ. താഴത്ത് എന്തോ സംഗതി ഉണ്ടോന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. ആടാ താഴത്ത് ഭംഗിയുണ്ട്, ഇവിടുന്ന് കുറച്ച് ശേഷം കാണുന്നുണ്ട്. പോയേക്കാം, പോയി നോക്കാം. മാപ്പ് ഇവിടെയും കൊടുത്തേക്കണല്ലോ, സെയിം സാധനം. വെറുതെ മാപ്പ് വാങ്ങി പോയി നോക്കട്ടെ ഗൈസ്. അടിയിലെത്തിയിട്ട് കാണിച്ചു തരാം. പോകാം. അടിയിൽ നല്ലൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. എന്താണ് കുറേ കമ്പും ചുള്ളിയും ആൾക്കാരെടുത്ത് വെച്ചേ. ഓ യെസ് ഗൈസ്, നല്ലൊരു ഫാൾസ് അവിടെ ഉണ്ട്. നൈസ് വൺ. അടി പോയിട്ട് കിടിലം വ്യൂവിൽ നമുക്ക് കിട്ടുമോ നോക്കി നോക്കാം. ഇത് അവിടെ നിന്നുള്ള വ്യൂ നാക്കായിരിക്കും. ഇതിൻ്റെ രസം അതൊന്നുമല്ല. രസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആൾക്കാർ മറ്റേ ഹൈക്കിങ്ങിൻ്റെ സ്റ്റിക്കൊക്കെ കൊണ്ട് ഇങ്ങനെ കുത്തി പിടിച്ച് പോകണുണ്ടപ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെ കളിയാക്കി ഇതിനാ പോകാറുണ്ട്. നമ്മൾ 2 സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ മുട്ടുവേദനയൊക്കെ തുടങ്ങിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. ഈ 90കളിൽ ജനിച്ച ആളുകളോടാണ് എനിക്ക് പറയാമല്ലോ കേട്ടോ. ഞാൻ 97 ജനിച്ചതാണ്. അപ്പോൾ ഈ 97, 96, 95 ഈ റേഞ്ചിലൊക്കെ ജനിച്ച ആൾക്കാരോട് ഒന്നാ പറയാനുള്ളത്. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട് നമ്മളിപ്പോഴും യങ്ങാണെന്നുള്ളത്. സത്യത്തിൽ നമ്മൾ യങ്ങല്ല. ജീവിതത്തിൻ്റെ പകുതിയോളം നമ്മൾ ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സീനടി ലുക്കൊക്കെ അടിപൊളി ലുക്ക്. അപ്പോൾ ജീവിതത്തിൻ്റെ പകുതിയോളം നമ്മളൊക്കെ ഓടി കഴിഞ്ഞേക്കണേ. നമ്മളെ വെടിയും പൊങ്ങി തീരാനയക്കണേ. അപ്പോൾ നിങ്ങളിപ്പോഴും യങ്ങാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങളെ ആധാറും പാസ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കയ്യിലുണ്ടാവും. അതൊക്കെ ഒന്ന് ഇടയ്ക്ക് കണ്ടാൽ തന്നെ ഏറെക്കുറെ നിങ്ങൾ പ്രശ്നങ്ങൾ മാറും. ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ആ വ്യൂ കാണിച്ചു തരാട്ടാ. ₹10 ഉണ്ട് കേട്ടോ. ആ വ്യൂ ₹10 ഉണ്ട്. നൈസാണോ? കൂടുതൽ അടിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ കാണിച്ചു തരാം. അടിയിലേക്ക് എത്തിയിട്ട് കാണിച്ചു തരട്ടെ. ഇനി കുറച്ചും കൂടി ഇറങ്ങാണ്ട്. ഏയ് എങ്ങനെയുണ്ട് ഗൈസ്? മുതലായി. അടിപൊളി സാധനം. അതങ്ങൾ പ്രായമൊന്നുമില്ല. അഡ്വഞ്ചറിന് 0 ഏജാണ്. ആ ബേക്കിൽ നിൽക്കണ അമ്മച്ചീനെ കണ്ടില്ല നിങ്ങൾ? അതൊക്കെ എന്ത് എനർജറ്റിക് ആയിട്ടാണ് അതിൽ നടന്നു പോകണവരോ. അതിങ്ങനെ മനസ്സിന് ഓരോ ത്വരയാണ്. എന്തെങ്കിലും ഒരു കാണണം, യാത്ര ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ്. നമുക്കൊക്കെ ഇപ്പം തന്നെ വെച്ചാതെയായി. പ്രായമായവരൊക്കെ അങ്ങനെ നടക്കണാകുമ്പോഴേ എൻ്റെ മോനെ സീൻ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പ്രത്യേക ഭംഗിയ വെള്ളച്ചാട്ടം കാണാം. ഇതിലാറൊന്നും കൂടി അടിപൊളി വ്യൂ കിട്ടോ. താഴത്തേക്ക് എത്താൻ പറ്റിയത് നല്ല രസമായി. കുറേ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒന്നുകൂടി ഉഷാറായിട്ട് കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോയേക്കാം. തരണേ നൈസ്. അയ്യോ, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കണം.
ഇതൊക്കെ തിരിച്ച് കയറണം കേട്ടോ, തിരിച്ച് കയറാനുള്ള ആവേശം ഉണ്ടാവണേ. ഇവിടുന്ന് കാണുന്നുണ്ടോ? ഓ ഇവിടുന്ന് ഉണ്ടല്ലേ. നൈസ് നൈസ് നൈസ്. ഓ മോനെ കേട്ടോ, ആ വ്യൂ ഇവിടെയാണ്, സീൻ വ്യൂ. ഇവിടുന്ന് കിടുക്കാച്ച് വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് പോയിന്റ്. കണ്ടോളി കുട്ടികളെ, ഏജാതി ഫ്രെയിം, സിനിമാറ്റിക് ഫ്രെയിം കേട്ടോ, ഇത്ര ലൂക്കുള്ള ഫ്രെയിം. മേലെ ഒരു ബ്രിഡ്ജ്, ഒരു അടിപൊളി വാട്ടർഫാൾസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പൊപ്പൊളി വാട്ടർഫാൾസ്. ഇറങ്ങിയ മുതലായി, ഇറങ്ങിയിട്ടില്ലെങ്കിൽ നഷ്ടമായി. പല പല ലെയറിലാണ് ചാടുന്നത്. നൈസ് നൈസ് നൈസ്. എ ഫ്രണ്ട് മേ വെൽ ബി റെക്കൻഡ് ദ മാസ്റ്റർ പീസ് ഓഫ് നാച്ചർ. മൈ ബെഞ്ച് ഈസ് ഹിയർ ഫോർ യു ഫ്രണ്ട്. അത് പൊളിയായി മുത്തേ, ഇഷ്ടപ്പെട്ടു കോട്ടൊക്കെ. പട്ടി സാറ് അജ്മേൽ ഫോട്ടോ എടുത്തിട്ട് മതിയാണില്ല, അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കാൻ തോന്നും ചെയ്യും, അതിലുണ്ട് സാധനം. പ്രത്യേക ബ്യൂട്ടി. എടുത്തിട്ട് മതിയാണില്ല ഞങ്ങൾക്ക്. മക്കളെ കണ്ടോളി, കുറച്ചും കൂടിയും ക്ലോസ് ലുക്ക്. മുന്നിക്ക് വരുന്തോറും നമ്മളെ കണ്ണിനെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഭംഗി. ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന സംഗതി എന്താ അറിയോ? ഈ സൈഡിലെ ഈ കാന്യൻ ലുക്കിലൊരു സാധനം കണ്ടോ, അത് ഭയങ്കരമായിട്ട് ഈ വാട്ടർഫാൾസിന് ഭംഗി കൊടുക്കുന്നുണ്ട്. നോർമൽ ഒരു ഫാൾസ് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഭംഗി കിട്ടില്ല. പക്ഷേ ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്കി, എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിന്. ഷിറ്റ് മാൻ, ഒരു രക്ഷയില്ലാത്ത സംഗതി. 0.5 ഈ ആംഗിൾ, ഇത് 1x, ഇത് 2x, ഇത് 5x. എൻ്റെ മോനെ ഇഷ്ടമായി. ഇനി അങ്ങോട്ട് ഒരുപാടുണ്ട്. ഇത് വലിയൊരു ട്രയലാണ്. അത് മെയിൻ റോഡ് എത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടല്ലോ. ഇവിടെ ഒരാൾ, ഇവിടെ അയാൾ ഡ്രോയിങ് ചെയ്യേണ്ട, ഡ്രോയിങ് ഒന്ന് പോയി കണ്ടാലോ. അതും കൂടെ കണ്ടിട്ട് നമുക്ക് റിട്ടേൺ കയറാം. I started at about 1:30 today on this. Just thought I'd mess around. This woman wants me to make a painting of it, so I put her name. അപ്പോൾ പറ്റുന്ന ആൾക്കാർ, ഇത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്, പ്ലീസ് ഡു ഫോളോ ചെയ്യും. ഓക്കെ, ആളെ ആർട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും എങ്ങനെയുണ്ട് ആർട്ട് എന്നുള്ളത്. ഇതാളുടെ ഇൻസ്റ്റാഗ്രാം ID ആണ്, ഞാൻ ഫോളോ ചെയ്തു. ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. വർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ബൈ ദ വേ, I'm a YouTuber actually, to be honest with you. Are you really? Yeah. Just a small YouTuber. I'm just kidding. Yeah, I just was thinking someday maybe I'd make a YouTube video, but I don't know how to do it. So. yeah, you got to do that if you want to, increase your followers on Instagram. Yeah. You have to be active on YouTube as well. Oh, YouTube also? Yeah. Just keep you just need to place a camera while you're drawing. That's the thing. Yeah. Oh, really? Yeah, it works. This would have been a good one today to do because this one I did it quicker and more direct. You started at like 1:30, right? Yeah, I did this more direct than what I normally do. Normally I'm more careful. This one I just said paint's hitting the canvas. Okay, got it. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, എല്ലാവരും ഫോളോ ചെയ്യാം. ഓക്കെ, Nice meeting you. ഇറങ്ങിയപ്പോൾ ഉള്ള ആവേശം തിരിച്ച് കയറാനില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ തിരിച്ച് കയറണമല്ലോ. വാട്ടർഫാൾസൊക്കെ കണ്ടു, ഇതൊക്കെ കയറി ആ അറ്റത്തേക്ക് എത്തി. അവിടുന്ന് പിന്നെയും മേലെ കയറി ആ ഭാഗത്തേക്ക് പോകണം. ഏതായാലും പോയോക്കട്ടെ, ഈ ബാക്കി കാഴ്ചകൾ കാണുമ്പോൾ കാണിച്ചു തരാം. ഒരുത്തനാകെ ചത്തുക്കണ് കേട്ടോ, മൂത്ത് എക്സ്പ്രസ് ഇടാതെ വരികയാണ്. കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആകെ ഡെഡ് ആയിക്കണേ. നല്ലോണം കയറാണ്ട്. ഏതായാലും പാർക്കിലോട്ട് എത്തി, ഇനി വണ്ടി എടുത്ത് പോവാ. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി സൈഡാക്കി അടുത്ത വ്യൂ തേടി നടക്കുക കേട്ടോ. ഇതിൻ്റെയൊക്കെ കോലം കണ്ടോ, വിയർത്തിങ്ങോട്ട് ഒല്ലിച്ചിട്ട് പെരും ചൂടായിരുന്നു. ചൂട് പറഞ്ഞാൽ നാട്ടെന്നിട്ടേ കയറ്റം കയറിയിട്ട് കുഴങ്ങിയതാണ് നേരത്തെ ഫാൾസിൽ നിന്ന്. ഇവിടെ അതിനെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ടായോണ്ടേ നല്ല രസം. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല സുഖമല്ലേ, നല്ല തണുത്തൊക്കെ. നമ്മൾ ഓൾറെഡി ടയർഡായതുകൊണ്ട് അതുകൊണ്ടാണ്. ഇതൊക്കെ ആരും സ്പോൺസർ ചെയ്തതാട്ടോ.
ഇൻ ഹോണർ ഓഫ് മൈ ലവിങ് വൈഫ് ഡെബോറ പ്ലാത്ത്. പ്ലീസ് സിറ്റ് ആൻഡ് എൻജോയ് ദി സറൗണ്ടിങ്സ്. പാവടാ, ഏതോ മാപ്പിള തൻ്റെ ഭാര്യ മരിച്ചതിൻ്റെ ഓർമ്മക്കായിട്ട് വെച്ചാണ് സാധനം. അത് ആള് പോയൊക്കെ എഴുതിച്ചിരിക്കണേ. Space in the light breeze of the water, moving side to side, navigating the surroundings. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെ ഇരിക്കും. വൈഫ് മരിച്ചു കഴിഞ്ഞാൽ ഇൻ ലവിങ് മെമ്മറി. അത് പൊളി. അവിടെ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. ആകാംക്ഷയോടെ നമ്മൾ ആ പോയിന്റിലേക്ക് പോകും. ആ പോയിന്റിൽ എന്ത് കാഴ്ചയാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നിങ്ങൾ എന്നെ കണ്ട് പറയാം. ട്രയൽ ക്ലോസ്ഡോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയേക്കാം, കാണിച്ചു തരാം എന്താ സംഗതി ഉള്ളതെന്നല്ലേ. ഈ ഫാൾസാണ് ഞാൻ അടിപൊളി ഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞത് അവിടെ. ഓ അടിപൊളി ലുക്ക്. അത്യാവശ്യം ലോങ്ങിലാണ് കിടക്കണത് കേട്ടോ. 5x ഇട്ടിട്ടാണ് ഇത് എടുക്കുന്നത്. എന്നാണ് പറഞ്ഞത് 3 ഫാൾസ് ഉണ്ട്. അപ്പർ ഫാൾസ്, മിഡിൽ ഫാൾസ്, പിന്നെ ലോവർ ഫാൾസും. അതിൽ മിഡിൽ ഫാൾസ് ആണ് ഈ കാണുന്നത്. ഇതിലാണ് നമ്മൾ ഫസ്റ്റ് പോയത്. സെക്കൻഡ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇതെവിടെയെന്ന് അറിയില്ല. നൈഗ്രയിൽ സാധനം ഉണ്ടെന്നുള്ളത് 25 സെൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഓപ്പൺ ആവും. സൂം ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വ്യൂ നഷ്ടപ്പെട്ടെ. ഇവിടുത്തെ 25 സെൻറ്റ് എത്ര റുപ്യയായി? 20 റുപ്യ ഉള്ളൂ. ആരെ 20 റുപ്യ? നാട്ടിൽ 20 റുപ്യ ഉള്ളൂ. അപ്പോൾ ഓക്കെയാണ്, ന്യായമായ വില. മക്കളെ ഇനി ഞാൻ കാട്ടിത്തരുന്ന വ്യൂ കൊണ്ട് കണ്ടാണ്ടല്ലോ എൻ്റെ മോനെ വാള് നോക്കി നിങ്ങൾ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സംഗതി ക്യാമറക്ക് കിട്ടണില്ല. അപ്പോഴത് എത്രത്തോളം ദൂരത്താണ് ഈ സാധനം എന്നുള്ളതും എത്രത്തോളം അടിയിലേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല താഴത്തേക്ക് ചാടിയാൽ. കാരണം അത്രയും ഹൈറ്റ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സീന് അവിടെ കുറേ ആൾക്കാർ നിൽക്കണത് കാണാണ്ട്. അവിടെ പോയോക്കട്ടെ, അവിടെ എന്താണുള്ളത് നോക്കാം. അവൻ്റെ അമ്മ വല്യാപ്പൊക്കെ ആകെ വെജാതെ ഇരിക്കണേ, കാക്കൊക്കെ ആകെ കുഴങ്ങി നടക്കണേക്കണേ. പിന്നെ എന്താ അറിയോ, മൂപ്പരിലാറ് പ്രായം ഉണ്ടാവും ഇപ്പോൾ പോണ അമ്മച്ചിക്ക്. അമ്മച്ചി അതിലാറ് സാറിൽ നടന്ന് പോണേക്കണേ. ഇവരൊക്കെ ഒരു പ്രത്യേകത ഇതാണ്, ഏത് വയസ്സാം കാലത്തും വലിഞ്ഞു കയറി പോവുകയില്ലേ കൂടി. അപ്പോൾ നമ്മളെ വലിയപ്പോൾ അരലാറ് പ്രായം ഉണ്ടാവിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഉള്ള ചെറുക്കനൊക്കെ വൻ മീൻ പിടുത്തം. വലിയപ്പോൾ പേരക്കുട്ടീനെ കൊണ്ട് ഇറങ്ങിയതാണ്. എന്തേലും കിട്ടിയേക്കണാവോ, അവിടെ എറിഞ്ഞിക്കണി ഇറക്കാം, എന്തേലും കുത്താവോ. കുളമൊക്കെ കണ്ടിട്ട് നമ്മളെ നാട്ടിൽ കണ്ടമാനം ബ്രാലുണ്ടാവണ കുളമല്ലേ, ബ്രാലും മുജ്ജൊക്കെ. വേറെ മനസ്സല്ല. അവിടെ 2 ആൾക്കാരുണ്ട് മീൻ പിടിച്ചത്, ഇവിടെ 2 ആൾക്കാർ. അങ്ങനത്തെ ഒരു സ്ഥലം. ഇവിടെ ഒരു റെസ്റ്റ് റൂമുണ്ട്, അവിടെ കുറേ ബെഞ്ച്, പിന്നെ കൂരിട്ടിട്ടുള്ള കാട്. വേറെ ഒന്നുമില്ല. എടാ അതൊരു വലിക്കണടാ, ഞാൻ വിചാരിച്ചത് മീൻ കൊത്തി വരണ. അത്രയും ലെങ്ത്തിലല്ല ഇടണേ. അപ്പോൾ ഗൈസ് നാട്ടിൽ നിന്ന് വന്നതാണ്ട് ആദ്യമായിട്ട് വണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു അന്തമുടലുണ്ടാവും. കാരണം നമ്മളെ സൈഡ് മാറുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, നാട്ടിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അതിൻ്റെ മാറ്റമുണ്ട്, സൈഡും നേരെ മാറും. അപ്പോൾ ആദ്യം നമുക്കൊരു അന്തമുടലുണ്ടാവും. നേരെ പോകുമ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല. വളവ് തിരിയുമ്പോഴേക്കാരം നമ്മൾക്കൊരു അന്തം മുട്ടാണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോക്ക്. ഇവിടെ ഫ്രീ ലെഫ്റ്റ് അല്ല, ഫ്രീ റൈറ്റ് ആണ്. നാട്ടിൽ ഫ്രീ ലെഫ്റ്റ് ആണ്. അതിൻ്റെ ഒരു മാറ്റമുണ്ട്. ഏതായാലും നിങ്ങൾ ഈ സീനറി ഒന്ന് കാണി. ഈ സീനിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാനുള്ള രസം ചില്ലറല്ല. റോഡ് അൾട്രാ സ്മൂത്ത് റോഡ്, പക്ക സ്മൂത്ത്. ഒരു ചെറിയ കുണ്ടും കുലുക്കും കൂടി ഇല്ലാതെ സുഖസുന്ദരമായി റബ്ബറൈസ് ചെയ്ത അടിപൊളി റോഡും അപ്പുറം നല്ല സീനിക് എന്താ പറയാ നാച്ചുറൽ വ്യൂ. ആ സംഗതിയാണ്. അപ്പോൾ അമേരിക്കൻ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുക എന്നുള്ള ആ ആഗ്രഹം കൂടി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ബഫലോ ഡൗൺ ടൗൺ ധന്യമാക്കി പോയോണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഈ സീന് കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ണുകൂടെ ഒഴിവാക്കാൻ പറ്റണില്ല. മറ്റേ നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങി ചത്തു പോകണ്ട ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെയൊക്കെ. ഇതിന്റെ ഭംഗി കാരണം നമ്മളിങ്ങനെ മുന്നിക്കും ഇനി എന്താന്നുള്ളത് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കി കാണാണ്. അതാണ് സംഗതി. അപ്പൊ ഏതായാലും നമ്മൾ പോയോട്ടോ. ഞാൻ അവിടെ എത്തുമ്പോൾ ബഫലോ ഡൗൺ ടൗൺ എങ്ങനെയുണ്ട് നോക്കാം. ചെറിയൊരു ടൗൺ ആണ്, വലിയ ടൗൺ ഒന്നല്ല. ന്യൂയോർക്കും ടെക്സാസും പോലത്തെ വമ്പൻ ടൗൺ ഒന്നല്ല. ന്യൂയോർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് പിന്നെ ഒരു അവസരം കിട്ടുമ്പോൾ പോകണം. ഇപ്പൊ നമ്മള് ഇങ്ങനെ പോട്ടെ. കാണു ഗായ്സ്, അങ്ങോട്ട് നോക്കി നിങ്ങള് അറ്റം കാണില്ല റോഡിന്റെ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അടിയിക്കുക. കുറച്ച് മേലെന്ന് എല്ലാവരും ഭംഗി ഉണ്ടായിരുന്നു. നോക്കി
ആ റോഡ് കിടക്കണ നോക്കി ഏറ്റവും പോലെ. ഓ മറ്റേ വീഗാലാൻഡില് റോളർ കോസ്റ്റർ റൈഡ് പോകൂലേ ആ മൂഡ്. ഏതാ റൂട്ട് അടിച്ച് മിന്നിങ്ങനെ പോകാം. പിന്നെ വല്ലാതെ മിന്നി കഴിഞ്ഞാല് ക്യാമറ ഉണ്ടെങ്കിൽ ടിക്കറ്റും വരും. US ടിക്കറ്റ് കാനഡയ്ക്ക് എത്തും എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മള് ട്രാഫിക് റൂൾസ് കോപ്പി ചെയ്ത് കറക്റ്റ് 55 54 ആ റേഞ്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ പോകുന്നത്. 55 മൈൽസ്. അതെ 55 മൈൽസ് പറഞ്ഞാൽ 86-88 km/h ആയിട്ടാണ്. ഇവിടുന്ന് അടിയിലുള്ള വ്യൂ എന്താ നോക്കാം. ഇവിടുന്ന് വ്യൂ ഇല്ല, ഇൻഫിനിറ്റിയാ. ഏറ്റവും മോനോട് ഫുൾ സ്ട്രെയിറ്റ് സാധനം, സ്ട്രെയിറ്റ് പക്ക സ്ട്രെയിറ്റ് റോഡ്. സീന് ഭയങ്കര ലൈക്കായിട്ട്. നാട്ടില് ആന്ധ്രയിലൊക്കെ പോയാലുള്ള ലുക്കില്ലേ, ആന്ധ്ര കർണാടക റോഡ് അറ്റം കാണുന്ന നോക്കാണ്ടൊക്കെ അവിടെ മേലെ നമുക്ക് ക്യാമറയിൽ കിട്ടൂല, പക്ഷെ കണ്ണുകൊണ്ട് കിട്ടുന്നുണ്ട്. കണ്ടോ? അങ്ങനെ ഗൈസ് നമ്മൾ ബഫലോ ഡൗൺ ടൗണിൽ എത്തിയിരിക്കുകയാണ്. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അമ്പരച്ചുംബരങ്ങളായ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ വാഹനത്തിലൂടെ ഞാൻ അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെ മറ്റേ സംസാരമൊക്കെ കേൾക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, മൂപ്പരൊക്കെ നമ്മൾ അമേരിക്ക എന്ന് തൊള്ളിൽ പറയുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ വന്നു പോയി കണ്ടുപോയ മനുഷ്യനാണ്. പോലീസ് ആൻഡ് ഫയർ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതോ വിഷയം കേട്ടോ. പോലീസ് ആൻഡ് ഫയർ ഹെഡ് ക്വാർട്ടേഴ്സ് അത്ര ഇത് ആ ബിൽഡിങ്. നൈസ്. ഒരു മറ്റേ എന്തൊരു വെറൈറ്റി ഉണ്ട്. നമ്മളെ മറ്റേ ഇവിടെയൊക്കെ പോയേ ബിൽഡിങ്ങിനൊക്കെ ഒരു പഴഞ്ചൻ സാധനം ഉണ്ട്. കാനഡന്റെ ഫ്ലാഗ് ഉണ്ടല്ലോ ഇവിടെ. കാനഡ, US വേറെ ഫ്ലാഗ്. നടുവിലുള്ള ഫ്ലാഗ് ഏതാ? അത് ഈ സ്റ്റേറ്റിന്റെ ഫ്ലാഗാ. ന്യൂയോർക്ക് സിറ്റിന്റെ ഫ്ലാഗ് ആണത്. വണ്ടിയില് കാണുന്ന ബ്ലൂ കളർ. അത് ക്ലാസിക് സാധനല്ലേ, പഴയ പടങ്ങളില് കാണുന്ന റോഡ് മാസ്റ്റർ. അതിന്റെ ടയർ, ബാക്കത്തെ ടയറൊക്കെ പഴയ വണ്ടിയാണ്. US ഏതാ ന്യൂയോർക്ക് എന്താ NFT എന്തായിരിക്കും, എന്താണാവോ. ബഫലോ ഒന്നുമില്ല. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഒരു ഡിസ്ക് കാക്ക മൊബൈൽ തോണ്ടിരിക്കുന്നുണ്ട്. പോയേക്കാം. പിന്നെ ട്രാഫിക് റൂൾസ് ഒക്കെ കാനഡയിലും US സെയിം ആണ്. അങ്ങോട്ട് പോവാ. അവിടെ എന്താ ഉള്ളത്? നമ്മൾ ഇവിടെ വെറുതെ സെർച്ച് ചെയ്തോക്കണം എന്തെങ്കിലും നാക്കുള്ള സാധനം ഇവിടെ അവിടെ ഉണ്ടോ. എനിക്കിത് കണ്ടിട്ട് എന്താ പറയുക, ഓട്ടോ എത്തിയൊരു ചെറിയ ഫീൽ ഉണ്ട്. ഓട്ടോവും മൂട്. കാനഡയുടെ ക്യാപിറ്റലായ നൈസ് ട്രാം, പഴയ ട്രാം അല്ലേ. അതായത് ഇവര് പുതുക്കിയിട്ടില്ല കേട്ടോ മക്കളെ. ഇതിലാറല്ലേ ടൊറന്റാണ്. ടൊറന്റ് ഇതിലാറ് അടിപൊളി ട്രാം ഉണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇത് ഒരു പഴയ ട്രാമാണ് എപ്പോഴും യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്, ഇവരെ പാർക്കിംഗ് ആണ് തോന്നുന്നുണ്ട്, കോർട്ട്യാർഡ് ബൈ മാരിയറ്റ്. എന്നാലും വണ്ടി പാർക്ക് ചെയ്ത് നമ്മളെ സ്ഥലത്തേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ കനാൽ സൈഡിൽ എത്തിയിരിക്കുന്നു. വെൽക്കം ടു കനാൽ സൈഡ്, ബഫലോ waterfront.com. പോയപ്പോട്ടെ, അവിടെയാണ് കാഴ്ചകളുള്ളത്. മറ്റേ ചെറിയ കനാലും അവിടെ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ ബ്ലഫിൻ്റെ പോലത്തെ ഒരു സ്ഥലമാണ്, സ്കാർബ്രോ ബ്ലഫ് പോലത്തെ ഏരിയ എന്ന് തോന്നുന്നു. പോയി നോക്കാം. സമ്മറായി കഴിഞ്ഞ് ഇങ്ങനത്തെ കുറേ ബ്യൂട്ടികൾ കാണാം. ഇത് ഇവിടെയും കാനഡയിലൊക്കെ ഉണ്ട് ഈ സംഗതി. കുറേ പൂക്കളൊക്കെ ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ മലനെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. പോയി നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. അവിടെ കുറേ ആൾക്കാർ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണോ? സൺസെറ്റ് ഒക്കെ കാണുന്നു അവിടെ. ആ സൈഡിലേക്ക് പോകാം അല്ലേ? ഈ സൈഡ് അടിപൊളി ടൈമിങ്ങാ. നൈസ് മൂഡ്. അവിടെ പാട്ടൊക്കെ ഇട്ട് വൈബ് അടിക്കുന്നുണ്ട്. ഇവിടെ ഫാമിലി. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ഇടണം. സീൻ സൺസെറ്റാ മോനെ, അടിപൊളി കേട്ടോ. മുത്ത സീന്. ഷിപ്പൊക്കെ എൻ്റെ മോനെ. US ഒരു ഫ്ലാഗ് അവിടെ, അത് സീൻ ലുക്കായിട്ടാ.
ഏതാ ഫ്രെയിം ഇങ്ങോട്ട് നോക്ക്, പ്രത്യേക ഭംഗി ഫ്രെയിം കാണാം. ഇവിടെ ഒരു ബോട്ട് ഇട്ടിരിക്കുന്നു. ഈ സൈഡിൽ നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിരിക്കണവർ. ഇവിടെ ചെറിയ ബാറും കാര്യങ്ങളും, ആൾക്കാർ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഈ ഷിപ്പിൻ്റെ ഉള്ളിലാണ് ഈ ചെറിയ സെറ്റപ്പ്. അല്ലല്ലേ, ഷിപ്പ് പുറത്താണ്, സെപ്പറേറ്റാണ്. അങ്ങോട്ട് പോയേക്കണോ? ഇത് അടിപൊളി ഫ്രെയിമാടാ. അങ്ങോട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങോട്ട് കാണാൻ. കണ്ടോ നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കൊമേഴ്ഷ്യൽ സ്ലിപ്പ് എന്താ സംഗതി അറിയില്ല, സംഗതി ഉഷാറായിക്കണം. നൈസ്. ഓ, ആ സിറ്റിംഗ് ഏരിയയിലൊക്കെ ഒരു പ്രത്യേക ലൈറ്റിങ് കൊടുത്തേക്കണ്. ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ബഫലോ വാട്ടർ ഫ്രണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കാർ മാർഗത്തിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ US-ലുള്ളത്. നമ്മൾ കാനഡയ്ക്ക് എൻ്റർ ചെയ്യാൻ പോകണം. കാനഡൻ്റെ ഫ്ലാഗ് അത് ഇവിടെയാണ്. കാനഡൻ്റെ ചെക്കിങ് കാര്യങ്ങളും ഉണ്ടാകുക. അപ്പം USA കാനഡ എക്സിറ്റ് കീപ്പ് റൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. തിരിച്ച് നമ്മൾ കാനഡയിലേക്ക് തന്നെ പോകാൻ പോകുന്നു. നമ്മൾ പീസ് ബ്രിഡ്ജ് എത്താനായി. പീസ് ബ്രിഡ്ജ് എക്സിറ്റ് ഇതിലേക്ക് തന്നെ പോകണം. യെസ്. അപ്പോൾ ഇനിയിപ്പോൾ ആക്കണം USA എക്സിറ്റ്. കാനഡ ഓൺലി ഇപ്പുറത്തേക്ക് റൈറ്റ് കീപ്പ് ചെയ്തോ. യെസ്. അപ്പോൾ നമ്മൾ തൽക്കാലം US-നോട് വിട പറയാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് US-ൻ്റെ ഐക്കണിക് സ്ഥലങ്ങളായിട്ടുള്ള ടൈം സ്ക്വയറിലൊക്കെ വരണം. ന്യൂയോർക്കിൽ ടൈം സ്ക്വയറൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം. ഇൻഷാ അല്ലാഹ് അവിടേക്കൊക്കെ വരാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. തൽക്കാലം നമ്മൾ US-ന്ന് വിട പറയുകയാണേ. യെസ്, പൈസ കൊടുക്കൽ സക്സസ് തുറന്നിരിക്കുന്നു. അപ്പോൾ ഗായ്സ്, വെൽക്കം ടു കാനഡ. US കഴിഞ്ഞപ്പോൾ കാനഡയിലെത്തി. അടിപൊളി. നയാഗ്ര ഫാൾസ്, ഹാമിൽട്ടൺ, ടൊറന്റോ. വെൽക്കം ടു ഒണ്ടാരിയോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. തുടർന്ന് നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരും. US-ലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇനിയും പോയി കാണും. ഓക്കെ, അപ്പോൾ ബൈ ബൈ ബൈ.